ആസിഫ് അലിയും ബിജു മേനോനും അഭിനയിച്ച അല്ലെങ്കിൽ അവരെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് ഇറങ്ങിയ പുതിയ സിനിമ തലവൻ കണ്ടിറങ്ങിയതേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കുറച്ച് അഭിപ്രായങ്ങൾ ആ സിനിമയെ പറ്റി പറയാം എന്ന് വിചാരിച്ചു. ഞാനൊരു ഭയങ്കര സിനിമ റിവ്യൂവറൊന്നുമല്ല, സിനിമ ആസ്വദിക്കുന്ന ഒരാൾ മാത്രമാണ്. അപ്പോൾ അതിൻ്റേതായ പരിചയക്കുറവ് ചിലപ്പോൾ എൻ്റെ ഈ അഭിപ്രായ രേഖപ്പെടുത്തലിൽ ഉണ്ടാകും, ക്ഷമിക്കുക. പ്രധാനമായിട്ട് 2 ഏരിയയിലാണ് ഞാൻ ഈ സിനിമ എൻ്റെ അഭിപ്രായം പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, അതിൻ്റെ ഒരു ഡയറക്ടോറിയൽ ആസ്പെക്ട്, ഹൗ എൻഗേജിങ് ഇസ് ദ മൂവി. സെക്കൻഡ്, കാസ്റ്റ് ആൻഡ് ദ പെർഫോമൻസ്. ഈ 2 ആസ്പെക്റ്റിൽ മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ബിക്കോസ് അത്രയും എനിക്ക് സിനിമയുടെ ഒരു ടെക്നിക്കാലിറ്റിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു സിനിമയുടെ ഒരു ശാസ്ത്രീയ വശം ഈ ഒരു സൈഡിലാണ് എനിക്ക് കൂടുതൽ പറയാൻ അറിയുള്ളൂ. ഫസ്റ്റ്, ഡയറക്ടോറിയൽ സൈഡ്. ജസ്റ്റ് ജോയ് ഒരു അമേസിങ് ജോബാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് കഥ ഭയങ്കര എൻഗേജിങ് ആണ്. ഒരു നിമിഷം പോലും നമുക്ക് ലാഗ് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതായത് തുടങ്ങി ഓരോ സെക്കൻഡിലും അല്ലെങ്കിൽ ഓരോ മിനിറ്റ് കഴിയുമ്പോഴും കഥ മുറുകയാണ്. പണ്ട് നമ്മുടെ മരിച്ചുപോയ സച്ചിയുടെ ഒരു ഇൻ്റർവ്യൂവിൽ സച്ചി പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. സിനിമ എന്ന് പറയുമ്പോൾ ഒരു മിനിറ്റിൽ ലൂസാവും, അടുത്ത മിനിറ്റിൽ പിന്നെ മുറുകണം, അത് കഴിഞ്ഞ് പിന്നെ ലൂസാവണം, പിന്നെ മുറുകണം. ആ രീതിയിൽ നോക്കുന്നതാണ് ഭയങ്കര എൻഗേജിങ് എന്നാണ് സച്ചി എന്ന് പറഞ്ഞ എൻ്റെ അഭിപ്രായം. എനിക്ക് തോന്നുന്നു ആ പറഞ്ഞതിനോട് ഏറ്റവും കൂടുതൽ നീതി പുലർത്തിയിട്ടുള്ളൊരു, അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മളെ ഭയങ്കരമായിട്ട് എൻഗേജ് ഇരിക്കുന്ന ഒരു പടമാണ്. കാരണം അടുത്തത് എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയിലാണ് പടം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഭയങ്കര എൻഗേജിങ് ആണ്. ദാറ്റ് ഈസ് വൺ. പിന്നെ സ്റ്റോറി ലൈൻ്റെ പറയുവാണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറീസ് ഒരുപാട് കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഒരുപാട് ട്വിസ്റ്റുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് അതിഭീകരമായിട്ടുള്ളൊരു ഒരു ഒരു ട്വിസ്റ്റാണ് കഥയിൽ നടക്കുന്നത്. അത് പലപ്പോഴും നടക്കുന്ന ട്വിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ലെവലിലേക്കാണ് സ്ക്രിപ്റ്റ് പോയിരിക്കുന്നത്. പ്രതി ഇയാളായിരിക്കുന്നു നമ്മൾ ആദ്യം വിചാരിക്കുന്നു, പക്ഷേ ഓൾമോസ്റ്റ് ഇപ്പോഴത്തെ സിനിമകളിലൊക്കെ നമുക്കൊരു ഒരു ഹാഫ് ആകുമ്പോഴത്തേക്കും ഏതാണ്ട് നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന ലെവലിലേക്ക് വരും. പക്ഷേ ഇതൊരു രക്ഷയില്ല, ആ രീതിയിലാണ് കഥ പോയിരിക്കുന്നത്. അപ്പോൾ ലാഗില്ല. പിന്നെ ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറി ആണെങ്കിലും എനിക്ക് ഭയങ്കര ഫ്രഷ്നെസ് ഫീൽ ചെയ്തു. ആസ് ഇൻ നമ്മളാരും ചിന്തിക്കാത്ത ലെവലിൽ അതിനെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഭയങ്കര ഫ്രഷായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ 2 കാസ്റ്റ്, ബിജു മേനോൻ ആൻഡ് ആസിഫ് അലി. വാട്ട് ആൻ ആക്ടിങ്. അതായത് ആസിഫ് അലിയൊക്കെ ഭയങ്കരമായിട്ട് റിഫൈൻഡായ ആക്ടറായി മാറി എന്ന് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അദ്ദേഹം എന്താ പറയുന്നത്, ബിജു മേനോൻ വാസ് ഓഫ് കോഴ്സ് സീനിയർ വെൻ ഇറ്റ് വാസ് കമ്പയർഡ് ടു ആസിഫ് അലി. പക്ഷേ അദ്ദേഹം ബിജു മേനോന് എന്താ പറയുന്നത് കടപിടിക്കുന്ന രീതിയിൽ ആണ് അഭിനയിക്കുന്നത്. ഭയങ്കരമായിട്ട് റിഫൈൻഡ് ആയ ഒരു ആക്ടറായി മാറിക്കഴിഞ്ഞു ആസിഫ് അലി. അതിൽ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. അദ്ദേഹം ഈ സിനിമയിൽ അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ള എല്ലാവരും എന്താ പറയുന്നത്, ഇതിൻ്റെ അകത്തൊരു വില്ലൻ കഥാപാത്രമായിട്ട് വരുന്ന ആളുണ്ട്. അയാളെ ഞാൻ മുന്നേ എവിടെയും കണ്ടിട്ടില്ല, വേറെ ഏതെങ്കിലും സിനിമയിലുണ്ടോയെന്നും എനിക്കറിയില്ല. ബട്ട് അയാൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി എല്ലാവരും, എവറി കാസ്റ്റ് ഇസ് വെൽ പ്ലേസ്ഡ്. ഭയങ്കര ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഓവറോൾ ഈ സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ആയിട്ട് ഫീൽ ചെയ്തു. ഒരു നല്ല ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്. പിന്നെ അതിൻ്റെ ക്ലോസിങ്ങിൽ എനിക്ക് തോന്നുന്നു ഒരു സെക്കൻഡ് പാർട്ടിനുള്ള സ്കോപ്പിലാണ് ആ സ്റ്റോറി കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻ്റർവെല്ലൊക്കെ നിർത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എന്തിനാ ഇപ്പം ഇൻ്റർവെൽ വെച്ച് അതും കൂടി ഇങ്ങോട്ട് കാണിച്ചിട്ട് ഇൻ്റർവെൽ വെച്ചാൽ പോരായിരുന്നു എന്ന് ചിന്തിക്കുന്ന രീതിയിലാണ് ഇൻ്റർവെലൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. എക്സലൻ്റ് ആയിട്ടാണ് അതിൻ്റെ സിനിമയുടെ ഒരു ഫ്ലോ. എനിവേ, ജസ്റ്റ് ജോയുടെ ലാസ്റ്റ് 2 മൂവീസ് ഞാൻ കണ്ടിട്ടില്ല. എനിക്കൊന്ന് വിജയ് സൂപ്പറും പൗർണമിയാണ് ഞാൻ അവസാനം കണ്ടത്. അതിന് മുന്നത്തെ 2 പടങ്ങൾ ഐ ഡോണ്ട് നോ അത് ഹിറ്റായിരുന്നോ എനിക്കറിയില്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞ പടങ്ങൾ ഞാൻ അധികം കണ്ടായിട്ട് ഓർക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ ബൈസിക്കിൾ തീവ്സ്, അത് ധാർമിക് ഫിലിംസ്, ധാത്രിയുടെ കമ്പനി അവർ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് വിജയ് സൂപ്പർ പൗർണമി, പിന്നെ ഇതാണ്.
ഇതൊരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹം ആസ് എ മൂവി മേക്കർ ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് പ്രൂവ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി. എനിവേ, ഓൾ ദി ബെസ്റ്റ് ഫോർ ദി മൂവി, ഫോർ ദി എൻറ്റയർ ടീം. യു ഹവ് ഡൺ എൻ അമേസിങ് ജോബ് ഗൈസ്. സിനിമ സൂപ്പർ ഹിറ്റ് ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിവേ, താങ്ക് യു. കീപ് റോക്കിംഗ് ഓൾ ഓഫ് യു.